ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിന്റെ 8ാം ഭാഗമാണിത്. മോനുമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മയുടെ മുഖം വാടിയിരിക്കുന്നു. മുഖത്ത് നല്ല ക്ഷീണം. ഒട്ടകപ്പുറത്ത് ഇരിപ്പുറക്കുന്നില്ല. ഉമ്മയ്ക്കിത് എന്തു പറ്റി? ഉമ്മ, മകൻ വേദനയോടെ വിളിച്ചു. ഉമ്മാക്ക് വെയ്യ മോനെ. നേർത്ത ശബ്ദം. ഒട്ടകം മുട്ടുകുത്തി. യാത്ര നിർത്തി അവർ താഴെ ഇറങ്ങി. ഉമ്മ താഴെ കിടന്നു. വെള്ളം കുടിച്ചു. ക്ഷീണം കുറയുന്നില്ല. 6 വയസ്സുകാരന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. ഉമ്മ എഴുന്നേൽക്കാത്തതിന്റെ. ഉമ്മ എഴുന്നേറ്റിട്ട് വേണം യാത്ര തുടരാൻ. യാത്ര ചെയ്താലല്ലേ മക്കത്തെത്തൂ. മക്കത്തെത്തിയാലല്ലേ ഉപ്പൂപ്പയെ കാണാൻ പറ്റൂ. മകൻ വെപ്രാളത്തോടെ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ്. ഉമ്മ കണ്ണു തുറന്നു. മകനെ നോക്കി. പിന്നെ ഉമ്മുഐമൻ എന്ന പെൺകുട്ടിയെ നോക്കി. ഇരുവരും സമീപത്ത് തന്നെയുണ്ട്. ഉമ്മയുടെ തളർന്ന കൈകൾ ചലിച്ചു. പൊന്നുമോന്റെ കൈ പിടിച്ചു. അത് ഉമ്മുഐമന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, ഈ കിടപ്പിൽ ഞാനെങ്ങാനും മരിച്ചു പോയാൽ എന്റെ പൊന്നുമോനെ അവന്റെ ഉപ്പൂപ്പയുടെ കയ്യിൽ കൊണ്ടു ചെന്ന് ഏൽപ്പിക്കണം. അവർ ഞെട്ടിപ്പോയി. എന്താണ് ഉമ്മ പറഞ്ഞത്? മോനുമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഉമ്മുഐമനും കരച്ചിലടക്കാനായില്ല. ദുഃഖം തളം കെട്ടി നിന്നു. അവിടെ മരണത്തിന്റെ കാലൊച്ച. 20 വയസ്സുള്ള ആമിന റളിയല്ലാഹു അൻഹു മോനെ കണ്ട് കൊതി തീർന്നില്ല. കണ്ണുകൾ തളരുന്നു. നെറ്റിത്തടം വിയർക്കുന്നു. ശ്വാസം നിലച്ചു. കണ്ണുകൾ അടഞ്ഞു. ശരീരം നിശ്ചലമായി. കുട്ടി മരണം കൺമുന്നിൽ കണ്ടു. പിതാവിനെ കണ്ടിട്ടില്ല. ഖബറിടം കണ്ടു. അതിന്റെ ദുഃഖവും സഹിച്ചു. ഏറെ കഴിയും മുമ്പ് മാതാവും ഇതാ ചലനമറ്റ് കിടക്കുന്നു. ഇനിയുള്ള യാത്രയിൽ അവർ കൂട്ടിനില്ല. ആമിന റളിയല്ലാഹു അൻഹയുടെ ജനാസ അവിടെ ഖബറടക്കപ്പെട്ടു. 6 വയസ്സുകാരൻ ദുഃഖം കടിച്ചമർത്തി. വീണ്ടും യാത്ര. മാതാവും പിതാവും നഷ്ടപ്പെട്ട കുട്ടി. മാതാവിന്റെ മരണരംഗം കൺമുന്നിൽ നിന്നും മായുന്നില്ല. ഒട്ടകം വന്നു. ഒട്ടകക്കട്ടിലിൽ നിന്നും പൊന്നുമോനും ഉമ്മുഐമനും ഇറങ്ങി വന്നു. 6 വയസ്സുകാരന്റെ കരയുന്ന കണ്ണുകൾ. ഉപ്പൂപ്പ. കുട്ടി നിയന്ത്രണം വിട്ട് കരഞ്ഞു. പൊന്നുമോനെ. മോനും ഉപ്പാപ്പയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. എന്റെ റബ്ബേ, എന്റെ മോന്റെ ഗതി. അബ്ദുൽ മുത്തലിബിന് കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും വർദ്ധിച്ചു. ഇനി കുട്ടിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവർ ഒരേ പാത്രത്തിൽ നിന്നും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും. ഒന്നിച്ച് നടക്കാനിറങ്ങും. ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങും. കുട്ടിയെ വിട്ടുപിരിയാനാവുന്നില്ല. അങ്ങനെ 2 വർഷങ്ങൾ കടന്നുപോയി. കുട്ടിക്ക് 8 വയസ്സായി. ബഹുമാന്യനായ അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് വിട പറഞ്ഞു. ആളുകൾ ഓടിക്കൂടി. അവർ കണ്ട കാഴ്ച എന്താണ്? മയ്യത്ത് കിടത്തിയ കട്ടിലിന്റെ കാലിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന 8 വയസ്സുള്ള കുട്ടി. ദുഃഖത്തിന്മേൽ ദുഃഖം. മക്കയുടെ നേതാവിന് ഖബർ തയ്യാറായി. മയ്യത്ത് കട്ടിൽ നീങ്ങിയപ്പോൾ കുട്ടി പിന്നാലെ നടക്കുന്നു. ഖബറടക്കം കഴിഞ്ഞു. ഒഴിഞ്ഞ മയ്യത്ത് കട്ടിലുമായി ജനങ്ങൾ മലയിറങ്ങി വരുമ്പോൾ പലരും കുട്ടിയെ ശ്രദ്ധിച്ചു. ഉപ്പൂപ്പയുടെ ഖബറിന് നേരെ പലതവണ തിരിഞ്ഞു നോക്കിക്കൊണ്ട് 8 വയസ്സുകാരൻ നടന്നു വരുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തി. ഉപ്പൂപ്പയെ കെട്ടിപ്പിടിച്ച് താനും ഈ കട്ടിലിലാണ് കിടന്നത്. ഇതാ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നു. എന്റെ ഉപ്പൂപ്പ പോയി. അങ്ങനെ 4 വർഷങ്ങൾ പിന്നിട്ടു. അന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെയും ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെയും പൊന്നോമന പുത്രന് 12 വയസ്സായി. ഷാമിലേക്കുള്ള കാഫില പുറപ്പെടാൻ സമയമായി. കൊല്ലത്തിലൊരിക്കൽ അബൂ ത്വാലിബും കാഫിലയോടൊപ്പം പോകും. ഞാനും വരാം. കുട്ടിയുടെ ആവശ്യം. പൊന്നുമോനെ, മോനെ കൊണ്ട് അത്രയും ദൂരം സഞ്ചരിക്കാനാവില്ല. വളരെ പ്രയാസമാണ്. മോൻ ഇവിടെ ഇരുന്നാൽ മതി. അബൂ ത്വാലിബ് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ നോക്കി. അതൊന്നും സാരമില്ല, ഞാൻ വരാം. കുട്ടി നിർബന്ധം പിടിച്ചു. അബൂ ത്വാലിബ് വല്ലാതെ വിഷമിച്ചു. കുട്ടിയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. മരുഭൂമിയിലെ ദീർഘയാത്രയാണ്. കൊണ്ടുപോകാതിരുന്നാൽ കുട്ടിയുടെ മനസ്സ് വേദനിക്കും. എന്ത് വേണം, കുട്ടിയെ വേദനിപ്പിച്ചുകൂടാ. മോനെയും കൂടി കൊണ്ടുപോകാം. കുട്ടിക്ക് സന്തോഷമായി. അങ്ങനെ കാഫില പുറപ്പെട്ടു. അബൂ ത്വാലിബ് തന്റെ അരികിൽ തന്നെ കുട്ടിയെ ഇരുത്തി. ഈ യാത്രയും കുട്ടിക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അബൂ ത്വാലിബ് ആ സ്ഥലത്തെക്കുറിച്ച് കുട്ടിക്ക് വിവരിച്ചു കൊടുക്കും. കേട്ടതെല്ലാം ഓർമ്മയിൽ വെക്കും. സന്തോഷകരമായ യാത്ര. യാത്രക്കാർ ബുസ്ര എന്ന സ്ഥലത്തെത്തി. അവർ അവിടെ അല്പനേരം വിശ്രമിച്ചു. ഒരു ക്രിസ്തീയ പുരോഹിതൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബുഹൈറ. പൂർവ്വവേദങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ് ബുഹൈറ. അതിലെ സൂചനകൾ വെച്ച് നോക്കിയാൽ ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു. ആ പ്രവാചകന്റെ ലക്ഷണങ്ങൾ വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട്. ബുഹൈറ അബൂ ത്വാലിബിന്റെ മുന്നിലെത്തി. എന്നിട്ടൊരു ചോദ്യം, ഏതാണ് ഈ കുട്ടി? എന്റെ മകൻ, അബൂ ത്വാലിബ് പറഞ്ഞു. നിങ്ങളുടെ സ്വന്തം മകനോ? ബുഹൈറ ചോദിച്ചു. അബൂ ത്വാലിബ് എന്തോ ആലോചിക്കുന്നു. നിങ്ങളുടെ മകനാകാൻ വഴിയില്ല. പറയൂ, ഈ കുട്ടിയുടെ പിതാവ് ആരാണ്? ബുഹൈറ തറപ്പിച്ചു ചോദിച്ചു. എന്റെ സഹോദരപുത്രനാണ്, അബൂ ത്വാലിബ് പറഞ്ഞു. നിങ്ങളുടെ സഹോദരൻ എവിടെ? മരിച്ചുപോയി. എപ്പോൾ? ഈ കുട്ടിയെ പ്രസവിക്കുന്നതിന് മുമ്പ്. എങ്കിൽ ഈ കുട്ടി അത് തന്നെ. എന്താ പറഞ്ഞത്? ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു. ഈ കുട്ടിയിൽ പ്രവാചക ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം. ശത്രുക്കൾ ഈ കുട്ടിയെ കാണാൻ ഇടവന്നാൽ ഉപദ്രവിക്കും. ഉടനെ തിരിച്ചു പോകണം. ശത്രുക്കൾ കാണാൻ ഇടയാവരുത്. അബൂ ത്വാലിബ് ഭയന്നുപോയി. പിന്നീടെല്ലാം ധൃതി പിടിച്ചായിരുന്നു. ഷാമിലെത്തി. കച്ചവട കേന്ദ്രങ്ങൾ ഉണർന്നു. വ്യാപാര കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് അവർ വേഗം മടങ്ങി. കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ഉത്കണ്ഠയായി. ശത്രുക്കൾ കാണാതെ നോക്കണം. അവർ കുട്ടിയെ തിരിച്ചറിയും. പൊന്നുമോനെയും കൊണ്ട് മക്കയിൽ തിരിച്ചെത്തിയിട്ടേ ആശ്വാസമാവുകയുള്ളൂ. ഇനി ദൂരയാത്രക്കൊന്നും അയക്കരുത് എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു. കുട്ടി ഇടയ്ക്കൊക്കെ വീട്ടിലെ കുട്ടികളോടൊപ്പം ആടിനെ മേക്കാൻ പോകുമായിരുന്നു. ഉന്നത കുടുംബത്തിലെ കുട്ടികളും മേച്ചിൽ സ്ഥലത്തുണ്ടാകും. മക്കാർക്കൊക്കെ അബ്ദുള്ളയുടെ പുത്രനോട് വലിയ സ്നേഹമാണ്.
ഒരു ബഹളത്തിനും പോകില്ല, ആളുകളെ സഹായിക്കും, സത്യം മാത്രമേ പറയുകയുള്ളൂ. മക്കാർ ആ കുട്ടിയെ അൽ അമീൻ എന്ന് വിളിച്ചു. അൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്നറിയില്ലേ? വിശ്വസ്തൻ. വാക്കുകൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാം, കള്ളം പറയില്ല. മക്കയിൽ ധാരാളം ഗോത്രങ്ങളുണ്ട്. അവർ ഇടയ്ക്കിടെ ബഹളം വെക്കും. നിസാര കാരണം മതി, അടിപിടി കൂടും. എല്ലാവർക്കും പ്രതികാര ചിന്തയാണ്. അതില്ലാത്തവർ കുറവാണ്. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയും, ഇങ്ങോട്ടിടിച്ചാൽ അങ്ങോട്ടും ഇടിക്കും. ഗോത്രങ്ങൾക്കിടയിൽ പ്രതികാര ചിന്ത വളരെ ശക്തമായിരിക്കുന്നു. ഈ കഥയുടെ അടുത്ത ഭാഗം പാർട്ട് 9 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.